കാർബോറണ്ടം കമ്പനിക്ക് മണിയാർ ജലവൈദ്യുതി കരാർ നീട്ടി നൽകുമെന്ന് നിയമസഭയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി. കാലാവധി കഴിഞ്ഞ കരാർ റദ്ദാക്കണമെന്ന വൈദ്യുതി വകുപ്പിന്റെയും കെഎസ്ഇബിയുടെയും നിലപാട് തള്ളിയാണ് കരാർ നീട്ടാൻ മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി. മണിയാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പണം ഈടാക്കാനുള്ള കെഎസ്ഇബി തീരുമാനവും ഇതോടെ പ്രതിസന്ധിയിലായി. നിയമസഭയുടെ രണ്ടാം ദിനം. മണിയാർ ജലവൈദ്യുതി കരാർ കാർബറാണ്ടം കമ്പനിക്ക് നീട്ടി നൽകുന്നതിൽ വ്യവസായ വകുപ്പും വൈദ്യുതി വകുപ്പും തമ്മിലെ ആശയഭിന്നത നിയമസഭയിലും മറനീക്കി പുറത്തുവന്നു. 30 വർഷത്തെ BOT കരാർ കാലാവധി കഴിഞ്ഞതിനാൽ കാർബറാണ്ടം കമ്പനിക്ക് ഇനി പദ്ധതിയിൽ അവകാശമില്ലെന്ന നിലപാട് വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. വകുപ്പ് തല നിലപാടുകളിൽ ഭിന്നതയുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 30 വർഷത്തേക്കാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചത്. 30 വർഷം കഴിയുമ്പോൾ ഈ സർക്കാരിലേക്ക് തിരിച്ചു വരണം. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. സർ, ഡിസംബർ 30-ാം തീയതി അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 2 ചർച്ചകൾ നടന്നുവെന്നാണ് പത്രവാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത്. വ്യവസായ മന്ത്രി പറയുന്നു ഇനി 25 വർഷം കൂടി അവർക്ക് നീട്ടിക്കൊടുക്കണം. വൈദ്യുതി മന്ത്രി പറയുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുക്കണം. സർ, സാധാരണഗതിയിൽ BOT വ്യവസ്ഥ പ്രകാരം കാലാവധി കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് നിരവധി തവണ ഇത് ആവശ്യപ്പെട്ടിട്ടും ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു തെറ്റായ നയമാണ്. ഇത് ശരിയല്ല. ഇതിനകത്ത് വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ്. കരാർ കാലാവധി കഴിഞ്ഞതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കാർബറാണ്ടത്തിൽ നിന്ന് പണം ഈടാക്കാനുള്ള കെഎസ്ഇബി തീരുമാനം നിലനിൽക്കെ സർക്കാർ നയം അതല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ നമ്പർ 1 സംസ്ഥാനമായി മാറിയൊരു നാടാണല്ലോ കേരളം. അപ്പോൾ നേരത്തെയുള്ള സൗകര്യം പോലും നിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതാണ് നമ്മൾ കാണേണ്ടത്. ഇതിനകത്ത് മറ്റ് തർക്ക വിഷയങ്ങളേ ഇല്ല. അവർക്ക് വേണ്ട വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങ് പറഞ്ഞതുപോലെ മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചം കെഎസ്ഇബിക്ക് നൽകണം എന്നുള്ള ഒരു ഭാഗമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ക്യാപ്റ്റീവ് ജനറേഷൻ എന്നത് ആ തത്വം പൊതുവെ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അത് തുറന്നും അതേ നില തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. 12ഓളം ജലവൈദ്യുത കരാറിനെ ദോഷകരമായി ബാധിക്കുന്ന തലതിരിഞ്ഞ തീരുമാനമാണെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. കരാർ നീട്ടലിൽ അഴിമതിയുണ്ടെന്ന പ്രതിപക്ഷാരോപണത്തിനിടെയാണ് പിന്നോട്ടില്ലെന്ന മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഡിസംബർ 31-ന് കരാർ കാലാവധി തീർന്നതിനാൽ തുടർന്നുള്ള ഉൽപാദനത്തിന് ബില്ല് ഈടാക്കാൻ തീരുമാനിച്ച കെഎസ്ഇബിയും ഇതോടെ പെട്ടിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.